ഹലോ ഗൈസ്, സാധ്യമായ സത്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവരും മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ഇതാണ് വായ്പുണ്. എനിക്കും ഉണ്ടായിരുന്നു. അത് ഈ ഒരു തണുപ്പും ചെറിയ വെയിലൊക്കെ വരുന്ന സമയത്ത് മിക്ക ആൾക്കാരിലും കണ്ടുവരുന്നൊരു സംഭവമാണ് വായ്പുണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ചില റെമഡീസാണ് ഞാൻ ചെയ്യുന്നതും ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ഈ വായ്പുണുള്ളവർക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തുളസി, നമുക്കിവിടെ ഗാർഡൻ ഏരിയയിലേക്ക് തുളസി അവൈലബിൾ ആണ്. അപ്പോഴത്തേക്കും ഈ തുളസി ഉപയോഗിച്ച് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ തുളസി രാവിലെ നമ്മളത് ചവച്ച് അതിൻ്റെ നീര് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വായ്പുണ് മാറും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർ വാഴ. നമുക്ക് കറ്റാർ വാഴ ഇവിടെ കിട്ടത്തില്ല, പക്ഷേ ഞാൻ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പം ഈ കറ്റാർ വാഴ അതിൻ്റെ ജ്യൂസാക്കിയിട്ട് അതിൻ്റെ നീര് നമ്മുടെ വായ്പുണുള്ള സ്ഥലത്ത് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു വേദന മാറുകയും അതൊരു 2 ദിവസത്തിനുള്ളിൽ മാറുകയും ചെയ്യും. പിന്നെ വരുന്ന തേനാണ്. തേനും നല്ലതുപോലെയാണ്. തേനും നമുക്കിതേപോലെ തേക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റെമഡീസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ സി കുറഞ്ഞവരിലാണ് കൂടുതലും ഈ വായ്പുണ്ണ് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ച് ജ്യൂസ് നമുക്കിടയ്ക്ക് കിട്ടും. അപ്പോഴത്തേക്കും ആ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ഈ വായ്പുണ്ണ് മാറും. അപ്പോഴത്തേക്കും ഈ വായ്പുണ്ണുള്ള അതുമാത്രമല്ല, നമ്മൾ ഉപ്പിട്ട വെള്ളം വായിലിങ്ങനെ കൊള്ളുന്നത് ഗാർഗിളിങ് ചെയ്യുന്നത് നമ്മുടെ ഈ വായ്പുണ്ണ് മാറും. അപ്പോൾ ഈ വായ്പുണ്ണ് അറിയാൻ ഭയങ്കര വേദനയും നമുക്ക് ഭയങ്കര സംസാരിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഹോസ്റ്റലിലുള്ളവർക്കാണ് തുളസിയില, അത് നല്ലതാണ്. കറ്റാർ വാഴത്തിൻ്റെ നീര് അത് നല്ല ഉപ്പ് വെള്ളം രാവിലെ പിടിച്ച് അതും മാറും. അപ്പം ഈ വായ്പുണ്ണുള്ളവർ ഇത് മെയിനായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.